ഫ്രണ്ട്സ്, നമ്മുടെ പേജിൽ നമ്മൾ ഫാം ചെയ്യുന്ന അക്കോ പ്രോട്ടോക്കോളിൻ്റെ ഫൈനൽ ടാസ്ക്കാണ് ഒരു NFT മിൻറ്റ് ചെയ്യണം. നോമിസ് എന്ന് പറഞ്ഞ ആപ്പിലാണ് നമ്മളിത് NFT മിൻറ്റ് ചെയ്യേണ്ടത്. നമ്മൾ അക്കോ പ്രോട്ടോക്കോളിൽ കണക്ട് ചെയ്തുള്ള വാലറ്റിലാണ് ഇത് മിൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അക്കോ പ്രോട്ടോക്കോളിൻ്റെ പേജ്, ടെലഗ്രാം പേജിൽ വന്നിട്ട് അതിൽ ജൂലൈ 11 ഈ മെസ്സേജ് എടുക്കുക. അതിൽ മിൻറ്റ് ഹിയർ എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ മിൻറ്റ് ഹിയർ എന്നുള്ള ഓപ്ഷൻ വെക്കുക. അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നോമിസ് എന്ന് പറഞ്ഞ ആപ്പിലേക്ക് പോകും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു റെപ്യൂട്ടേഷൻ NFT ആണ് നമ്മളിതിൽ ചെയ്യണത്. അപ്പോൾ ഇതിൽ പോയിട്ട് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, സ്റ്റാർട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ വാലറ്റ് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, കണക്ട് വാലറ്റ് എന്ന് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ഏത് വാലറ്റാണോ അക്കോ പ്രോട്ടോക്കോളിൽ നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ളത് ആ വാലറ്റ് തന്നെ ഇതിലേക്ക് കണക്ട് ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ വാലറ്റിൽ നമ്മൾ കണക്ട് വാലറ്റ് കൊടുത്തു. കണക്ട് വാലറ്റ് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ കാൽക്കുലേറ്റ് സ്കോർ എന്നുണ്ട്. അപ്പോൾ ഇത് റെപ്യൂട്ടേഷൻ NFT എന്ന് പറഞ്ഞത് ശരിക്കും നമുക്ക് നമ്മുടെ നാട്ടിൽ ബാങ്കിലൊക്കെ നമുക്ക് ക്രെഡിറ്റ് സ്കോർ, സിബിൽ സ്കോറൊക്കെ ഉള്ള പോലെ ഒരു സ്കോറാണ്. നമ്മുടെ ഓൺ ചെയിൻ ട്രാൻസാക്ഷൻസിൻ്റെ ബേസിലാണ് ഇത് സ്കോർ ഉണ്ടാവുക. അപ്പോൾ ഇതിൽ 8 കാണിക്കുന്നത്. അത് ഭയങ്കര ലോ ആണ് ശരിക്കും പറഞ്ഞാൽ. കാരണം നമ്മൾ ഈ ടെലഗ്രാം വാലറ്റ് അത് യൂസ് ചെയ്യാറില്ല. ട്രാൻസാക്ഷൻസ് ഒക്കെ ഭയങ്കര കുറവാണ്. ഓക്കെ, ആ കൂടി നമ്മളൊരു 5-10 ട്രാൻസാക്ഷൻ ഈ ഒരു വാലറ്റിലുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര സ്കോർ കുറവുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് മിൻറ്റ് ചെയ്താലേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, എയർ ഡ്രോപ്പിൽ നിങ്ങൾ ക്വാളിഫൈ ആവുള്ളൂ. ജൂലൈ 6 ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഞാൻ മിൻറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ മിൻറ്റ് കൊടുക്കുമ്പോൾ ഇതിന് ട്രാൻസാക്ഷൻ ഫീ ഉണ്ടായിരിക്കും. അത് മാത്രമാണ് ഒരു സംഭവം ഉള്ളത്. മിൻറ്റ് ചെയ്യാനായിട്ട് വേറെ കോസ്റ്റ് വരില്ല. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് 1 മില്യൺ മിൻറ്റ് ഫ്രീ ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, മിൻറ്റിങ്ങിന് വേറെ പ്രൈസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ ട്രാൻസാക്ഷൻ ഫീ വരുന്നത് ഓൾമോസ്റ്റ് ഒരു $1 മില്യൺ, $1 മില്യണിൽ $1 താഴെയാണ് വരുന്നത്. ഓക്കെ, ടോണിലായിരിക്കും, ടോൺ കോയിൻ്റെ മീഡിയത്തിലായിരിക്കും ട്രാൻസാക്ഷൻ വേണ്ട വരാം. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് ടൈം എടുക്കും. കാരണം ഓട്ടോമാറ്റിക്കലി അവരുടെ സെർവറിൽ അല്ലെങ്കിൽ അവരുടെ ചെയിനിൽ എന്തുണ്ടായിരിക്കും, നല്ല ബഫറിങ് ഉണ്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് 1 മില്യൺ മിൻറ്റുകൾ അല്ലെങ്കിൽ NFTs നമുക്ക് ഫ്രീ ആയിട്ട് മിൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത് എന്തിനാണ് ഒരു റെപ്യൂട്ടേഷൻ ഇങ്ങനൊരു NFT എന്നുള്ള സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് വെച്ചാൽ, ഈ നോമിസ് എന്ന് പറഞ്ഞ ആപ്പ് അല്ലെങ്കിൽ ഈ ഒരു പ്രോട്ടോക്കോൾ ശരിക്കും ടോണിൽ ഇറങ്ങിയിട്ടുള്ളതാണ്. ഓക്കെ, ടോൺ വാലറ്റിൽ അല്ലെങ്കിൽ ടോൺ ബ്ലോക്ക് ചെയിനിൽ ഒഫീഷ്യലായിട്ട് ഇറങ്ങിയിട്ടുള്ള ഇഷ്ടംപോലെ ബ്ലോക്ക് ചെയിൻസ് അല്ലെങ്കിൽ നെറ്റ്വർക്കുകളായിട്ട് ഒഫീഷ്യലായിട്ട് പാർട്ണർഷിപ്പുള്ള ഒരു ആപ്പാണ് നോമിസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ടെലഗ്രാമിൽ അല്ലെങ്കിൽ ടോണിലൊക്കെ ഇപ്പോൾ ഇഷ്ടം പോലെ വാലറ്റുകൾ അല്ലെങ്കിൽ പ്രൊജക്റ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഒരാൾ തന്നെ 3 അക്കൗണ്ടിൽ 4 അക്കൗണ്ടിലൊക്കെ ചെയ്യുന്നവരുണ്ടായിരിക്കും. അപ്പോൾ ബോട്ടുകളെ അതുപോലെ തന്നെ ആക്റ്റീവ് അല്ലാത്ത യൂസേഴ്സിനൊക്കെ അവർക്ക് എലിമിനേറ്റ് ചെയ്യാനുള്ളൊരു പ്രൊസീജിയറായിട്ടാണ് ഇത് കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ അത്യാവശ്യം ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളിതിൽ ആക്റ്റീവായിട്ട് കാണിക്കുള്ളൂ. ഓക്കെ, നമ്മുടെ വാലറ്റിൽ നിന്ന് ഒരു ഔട്ട് ഗോയിങ് ട്രാൻസാക്ഷൻ അതുപോലെ ഒരു ഇൻകമിങ് ട്രാൻസാക്ഷൻ മിനിമം ഉണ്ടായിരിക്കണം. എന്നാലാണ് നമ്മുടെ അക്കൗണ്ട് ആക്റ്റീവായിട്ട് കാണിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ മിൻറ്റ് സ്കോർ എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾക്ക് കിട്ടില്ല. ഓൾറെഡി ഇതിൽ എഴുതി കാണിക്കും നിങ്ങളുടെ അക്കൗണ്ട് ഡീആക്റ്റീവ് ആണ്, അത് ആക്റ്റീവ് ആക്കണം. മിനിമം ഒരു 2 ട്രാൻസാക്ഷനെങ്കിലും ചെയ്യണമെന്ന് അതിൽ കാണിക്കും. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്യാം. ഞാൻ മിൻറ്റ് സ്കോർ ഒന്നുകൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നെറ്റിൻ്റെ ഇഷ്യൂ ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബഫറിങ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ കുറച്ച് ടൈം എടുക്കും. ടൈം എടുത്താലും ഇത് നമുക്ക് NFT മിൻറ്റായി കിട്ടും. അപ്പോൾ ഈ NFT മിൻറ്റ് ചെയ്യണത് കയ്യിൽ ഇത് ടോണുള്ളവരാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അക്കോ പ്രോട്ടോക്കോളിൻ്റെ കേസിൽ അല്ലാത്തവരാണെങ്കിലും മിൻറ്റ് ചെയ്ത് വെക്കുക. കാരണം ഇത് കഴിഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് 1 മില്യൺ മിൻറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല, ഇനി വരാൻ പോകുന്ന മിക്ക ടോൺ ചെയിനിലത്തെ മിക്ക പ്രോജക്റ്റുകളും ഈ ഒരു സെയിം പ്രൊസീജിയർ തന്നെ തുടരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഈ NFT ഓൾറെഡി മിൻറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് ക്യാഷ് ലാഭിക്കാൻ പറ്റും. ഓക്കെ, ഓട്ടോമാറ്റിക്കലി ഇത് കണക്ഷൻ വരുമ്പോൾ നിങ്ങൾ വാലറ്റിക്ക് നിങ്ങളുടെ ഏത് വാലറ്റാണോ കണക്ട് ആക്കുന്നത് ആ വാലറ്റിക്കാണ് പോവുക. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും 0.12 ടോണാണ് ഈ ഒരു മിൻറ്റിങ്ങിന് വേണ്ടിയുള്ള ഗ്യാസ് ഫീ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ കൺഫേം കൊടുക്കുക. അപ്പോൾ കൺഫേം കൊടുക്കുമ്പോൾ പിന്നെ നമ്മൾ നോമിസിൻ്റെ ആപ്പിലേക്കാണ് പോവുക. അപ്പോൾ ബാക്ക് ടു നോമിസ് ഉണ്ട്. അപ്പോൾ ഇത് കൺഫർമേഷൻ ഓക്കെ ഉണ്ട്. അപ്പോൾ നോമിസിക്ക് നമ്മൾ ബാക്ക് ചെയ്യുന്നു. അപ്പോൾ യുവർ ട്രാൻസാക്ഷൻ ഈസ് പെൻഡിങ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ടൈം പിടിക്കും ഈ NFT മിൻറ്റായി കിട്ടാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ട്രാൻസാക്ഷൻ ഈസ് ബീയിങ് പ്രോസസ്ഡ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ വാലറ്റിൽ അത് മിൻറ്റായി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് മിൻറ്റായിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ഈ NFT മിൻറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് NFT മിൻറ്റായിട്ടുണ്ടോ
അത് എവിടെയാണ് എങ്ങനെയാണ് വ്യൂ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നോമിസിൽ നമ്മൾ ഈ NFT മിൻറ്റ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് നമ്മുടെ ഏത് വാലറ്റാണ് നമ്മൾ നോമിസിൽ കണക്ട് ചെയ്തിട്ട് മിൻറ്റ് ചെയ്തത്, അപ്പോൾ ആ വാലറ്റ് ഓപ്പൺ ആക്കുക. ഞാൻ യൂസ് ചെയ്ത് ടെലഗ്രാമിൻ്റെ വാലറ്റാണ്. അപ്പോൾ അതിൽ ഓപ്പൺ ആക്കി ടോൺ സ്പേസിൽ പോയിട്ട് താഴേക്ക് പോകുമ്പോൾ കളക്റ്റബിൾസ് എന്നുള്ളടുത്ത് നമ്മുടെ മിൻറ്റ് ചെയ്ത NFT കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ മിൻറ്റ് ചെയ്ത NFT. ഓക്കെ അപ്പോൾ നമുക്കിത് എന്താ പറ്റും, ഈ കോൺട്രാക്ട് അഡ്രസ്സ് എന്നുള്ളടുത്ത് ഞെക്കാണെന്നുണ്ടെങ്കിൽ നമുക്കത് ടോൺ വ്യൂവറിൽ നോക്കാൻ പറ്റും. അപ്പോൾ ടോൺ വ്യൂവറിൽ നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾക്ക് ഈ നോമിസ് ടോക്കണിൻ്റെ ആ ടോക്കണിൻ്റെ അത് കാണിച്ചതിൻ്റെ അടിയിൽ കാണാൻ പറ്റും, കോൺട്രാക്ട് ടൈപ്പിൻ്റെ ഒക്കെ താഴെ കാണാൻ പറ്റും, ആക്റ്റീവ് എന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ആക്റ്റീവ് എന്ന് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മിൻറ്റ് ചെയ്താൽ മാത്രം പോരാ, ആക്റ്റീവ് എന്ന് കാണിച്ചിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ അത് എല്ലാവരും മിൻറ്റ് ചെയ്തവരൊക്കെ ആക്റ്റീവ് ആയിരിക്കും ഓട്ടോമാറ്റിക്കലി, പക്ഷെ അത് ഇനാക്റ്റീവായി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇഷ്യൂ ആണ്. ഓക്കെ, അപ്പോൾ ആക്റ്റീവ് ആണെന്ന് ഉറപ്പ് വരുത്താം. അപ്പോൾ നിങ്ങൾ കണക്ട് ചെയ്ത വാലറ്റ് അക്കോ പ്രോട്ടോക്കോളിൽ കണക്ട് ചെയ്ത സെയിം വാലറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യുക, നോമിസിൻ്റെ ആപ്പിൽ പോയിട്ട് നിങ്ങളുടെ സ്കോർ മിൻറ്റ് ചെയ്തെടുക്കുക ആ NFT. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതേ വാലറ്റ് തന്നെ വന്ന് സ്റ്റോറായി എടുക്കണ്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ജൂലൈ 6 മുന്നേ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എയർ ഡ്രോപ്പിന് ക്വാളിഫൈ ആവും. ഓക്കെ.